ശ്രീ പി ജോസഫ്, മുഖ്യമന്ത്രിയുടെ വല്ലാത്തൊരു പ്രതികരണം, അതിരുവിട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ വരുന്നതും. അതും ഒരു സഭയുടെ പുരോഹിതനെതിരെ ആണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? കടന്നുപോയ ഒരു അങ്ങേയറ്റം കടന്നുപോയോ? ഇത് രണ്ടു വിധത്തിലെ കാണാൻ പറ്റത്തുള്ളൂ. ഒന്നാമത് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഇലക്ഷൻ റിസൾട്ടോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമ്മതില അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള സമ്മതിലേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നിപ്പോകുന്നതാകും ഒന്നാമത്. രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ കൂർലോസ് പിതാവിനെ ഇത് കേൾക്കാൻ അർഹനാണെന്ന് വേണം. അതായിരിക്കും കാര്യം വെച്ചാൽ ഇന്നലെ വരെയും അദ്ദേഹം പിണറായി വിജയൻ CPM-നെയും അന്ധമായിട്ട് കത്തോലിക്ക സഭ ഇവിടുത്തെ ക്രൈസ്തവ സഭകളെ മുഴുവൻ വിമർശിച്ചുകൊണ്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു കൂർലോസ് പിതാവ്. അദ്ദേഹം ഒരു ചെറുതായ വിമർശനം ഉന്നയിച്ചപ്പോൾ പോലും ഇത്ര രീതിയിൽ പ്രതികരിക്കാകുമ്പോൾ അതിനെ എന്താണ് പറയാൻ പറ്റുന്നത്? പിണറായി വിജയനെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ക്രൈസ്തവ ബിഷപ്പിനെ നേരത്തെ മെഗസ്ട്രീനൊക്കെ വിളിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് പുള്ളിനെ പറ്റി പറയുന്ന എല്ലാവർക്കും അതിശയമൊന്നുമില്ല. പക്ഷേ കൂർലോസ് പിതാവിന് ഇപ്പോൾ ഇത് കേൾക്കാൻ അദ്ദേഹം ചോദിച്ചു മേടിച്ച ഒന്നാണ്. നിലവരെയും ക്രൈസ്തവ പുരോഹിതന്മാർ ഒരിക്കലും എടുക്കാത്ത നിലപാടിന് വിരുദ്ധമായി ക്രൈസ്തവ സഭകളെ മുഴുവൻ നിലപാടിനെ തള്ളിപ്പറഞ്ഞോട് പോയ ഒരു ബിഷപ്പാണ് കൂർലോസ് പിതാവ്. അപ്പൊ അദ്ദേഹം അത് കേട്ടെങ്കിൽ അത് തീർച്ചയായും വളരെ വേദനാജനകമാണ്. ആരോടും ഇതൊരിക്കലും നമ്മുടെ മുഖ്യമന്ത്രി എന്ന ആ ഭാഗത്തിരിക്കുമ്പോൾ പറയാൻ പാടില്ലാത്തതാണ്. തികച്ചും അത് എന്താണ് പറയുന്നതെന്നോ എങ്ങനെയാണ് പറയുന്നതെന്നോ ഉള്ളത് ഈ കേരള ജനത്തിനുള്ള വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളോടൊക്കെയുള്ള ഒരു പൊതുവെ എനിക്കൊന്ന് തൃശ്ശൂരിയൊക്കെ വിജയത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എക്കാലവും UDF-ന്റെയും LDF-ന്റെയും ഒക്കെ ഫിക്സഡ് ആയിരുന്നല്ലോ. പി ജോസഫ് തുടരുക.